സാങ്കേതിക സർവകലാശാലയിൽ വീണ്ടും വി സിയോട് ഇടഞ്ഞ സിൻഡിക്കേറ്റ്. വി സി മാത്രമാണ് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന് എത്തിയത്. MLA-മാരും സർക്കാർ സെക്രട്ടറിമാരും അടക്കം ബാക്കി എല്ലാ അംഗങ്ങളും വിട്ടുനിന്നു. കഴിഞ്ഞ യോഗം വി സി റദ്ദാക്കിയത് സംബന്ധിച്ച കേസ് നിലനിൽക്കുന്നതിനാൽ കോടതിയലക്ഷ്യം ആകുമെന്നാണ് അംഗങ്ങളുടെ നിലപാട്. വിവരങ്ങൾ നൽകാൻ ഗോപാൽ ഷീല സനൽ ഉണ്ട്. ഗോപാൽ, സിൻഡിക്കേറ്റ് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണോ? അതെ, സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും തമ്മിൽ സാങ്കേതിക സർവകലാശാലയിൽ കുറച്ചധികം നാളായി ഈ തർക്കം തുടങ്ങിയിട്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ സംഭവം ഉണ്ടായത്. ഇന്ന് വൈസ് ചാൻസലർ ഒരു സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരുന്നു. ഈ യോഗത്തിൽ ഇപ്പോൾ യോഗത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരപ്രകാരം ഈ യോഗത്തിൽ നിന്ന് വൈസ് ചാൻസലർ ഒഴികെ എല്ലാ അംഗങ്ങളും വിട്ടുനിന്നു എന്നുള്ളതാണ്. അതായത് രജിസ്ട്രാർ അടക്കമുള്ള അംഗങ്ങൾ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ്. MLA-മാർ, സർക്കാർ സെക്രട്ടറിമാർ, നോമിനേറ്റഡ് അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ നിന്ന് മാറുന്നു. അതിന് കാരണമായി അവർ പറയുന്നത് കഴിഞ്ഞ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ, അതായത് വൈസ് ചാൻസലർ റദ്ദാക്കിയ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ തന്നെയാണ് ഈ യോഗത്തിലും വൈസ് ചാൻസലർ അജണ്ടയായി വെച്ചത്. അങ്ങനെയുള്ളതിനാൽ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നു. ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ തന്നെ അതിൽ ഇന്ന് യോഗ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കോടതി ലക്ഷ്യമാകും എന്ന നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ യോഗത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നത്. പ്രധാനമായി ഈ പരീക്ഷാ കൺട്രോളറുടെയും രജിസ്ട്രാറുടെയും നിയമനം, ബജറ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എന്നിവയായിരുന്നു ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ എടുക്കേണ്ടിയിരുന്നത്. എന്നാൽ വി സി മാത്രം എത്തിയതിനാൽ തന്നെ അതിനൊരു യോഗത്തിന് സ്വഭാവമില്ലാത്തതിനാൽ ആ യോഗം നടക്കാതിരിക്കുകയായിരുന്നു. ഇതോടുകൂടി തന്നെ സിൻഡിക്കേറ്റും വി സിയും തമ്മിലുള്ള പോര് അടുത്ത ഘട്ടത്തിലേക്ക് കൂടുതൽ രൂക്ഷമായി കടക്കുന്നു എന്ന് വേണം കരുതാൻ.